വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, തിരുവനന്തപുരത്തുള്ള രഞ്ജിത്ത്, ഷാനി ആൻഡ് റൈൻ ദൈവകരങ്ങളിലേക്ക് അവർ സമർപ്പിക്കും. കർത്താവെ, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാനിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ. കുടുംബത്തിന് മേൽ സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാനിയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യപാനത്തിൽ നിന്നും പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകണമേ. സമാധാനമുള്ളൊരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സേലത്ത് നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽ നിന്നും വലിയൊരു സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മകൾക്കും മരുമകനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. USA വിസ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. കൂടാതെ മകൻ്റെ എൻജിനീയറിംഗ് വളരെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുണ്ടക്കയത്തു നിന്നുള്ള സാറാമ്മ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ നല്ല ആരോഗ്യം നൽകണമേ. മാത്രമല്ല, കാലിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മറ്റെല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഈ കുടുംബത്തെ മുഴുവൻ നല്ല ആരോഗ്യം നൽകി മറ്റെല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. വിദ്യാഭ്യാസ മേഖലയിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം പറയുവാനാണ് താൻ ഇവിടെ നിൽക്കുന്നത്. ഈ മകൾ 2 വർഷം മുമ്പ് +2 എക്സാം കഴിഞ്ഞു. അതിനുശേഷം മെഡിക്കൽ എൻട്രൻസ് എഴുതിയിരുന്നു. അതിൻ്റെ റിസൾട്ട് വരാൻ വൈകിയപ്പോൾ താൻ ചെയ്തത്, തൻ്റെ കയ്യിൽ എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന് പറയുന്ന പുസ്തകമുണ്ടായിരുന്നു. അതിൽ 123-ാമത്തെ പേജിലെ 47-ാമത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു അത്ഭുതം ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടിയിട്ട്. കാരണം അതിന് മുമ്പ് ആദ്യത്തെ ലിസ്റ്റിലും തൻ്റെ പേരുണ്ടായിരുന്നില്ല, 2ാമത്തെ ലിസ്റ്റിലും പേരുണ്ടായിരുന്നില്ല. ഈ മകൾ ചെയ്തത്, നമ്മുടെ പ്രാർത്ഥനാ ഡയറിയിലെ ഏറ്റവും പുറകിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കാനുള്ള പേജുണ്ട്. അവിടെ തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കുകയും ഈ 123-ാമത്തെ പേജിലെ 47-ാമത്തെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാനുള്ള പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനിടയിൽ താൻ പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സെപ്റ്റംബർ 30-ാം തീയതി തൻ്റെ ബർത്ത്ഡേ ആയിരുന്ന ആ സമയത്താണ്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെ കർത്താവ് കൊടുത്തത് തന്നെയാണ്. ആ ദിവസം പൂനെയിലെ ദന്തൽ കോളേജിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, തൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ളത്. ആദ്യത്തെ 2ാമത്തെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ആ പേരുണ്ടായതുകൊണ്ട് തൻ്റെ ജന്മദിനത്തിൽ തന്നെയും ആ അനുഗ്രഹത്തെ കൊടുത്തു. ഇന്ന് താൻ 3-ാം വർഷ ദന്തൽ കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്. അത്രത്തോളം വലിയ അനുഗ്രഹമാണ് യേശു കർത്താവ് ആ പ്രാർത്ഥന കേട്ട് കൊടുത്തത്. എന്താണ് മോളെ ഇവിടെ നിന്ന് കരയാൻ കാരണം? സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണ്. കൈകൾ നീട്ടി മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത വലിയ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, കർത്താവിൻ്റെ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Romans 8:32 says, "He who did not spare his own son, but gave him up for us all, how will he not also, along with him, graciously give us all things?" സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ Yes. അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? Hallelujah. What is the answer? എന്താണ് ഇതിന്റെ ഉത്തരം? He will definitely give us. അതിന്റെ അർത്ഥം അവൻ എല്ലാം നമുക്ക് നൽകി The തരും. most precious thing for God the Father was his own son, only begotten son. സ്വർഗീയ പിതാവിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം എന്നുള്ളത് അവന്റെ ഏകജാതനായ പുത്രനായ യേശുവാണ്. And he gave us his own son. നോക്കൂ, ആ വിലപിടിപ്പുള്ള കാര്യത്തെ അവൻ നമുക്ക്, ആ മകനെ നമുക്ക് നൽകി. If the Father was ready to give us his own son, will he not give you all things that you need on earth along with his son? ഏറ്റവും വിലപിടിപ്പുള്ള തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി നൽകി തന്നെങ്കിൽ അതിനേക്കാൾ വില കുറഞ്ഞ ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും അവൻ അതോടൊപ്പം നമുക്ക് നൽകാതിരിക്കുമോ? Hallelujah. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറയും? 2 Corinthians chapter 1 verse number 20 says, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം പറയുന്നു, "For no matter how many promises God has made, they are yes in Christ, and so through him the amen is spoken by us to the glory of God." 2 Corinthians 1:20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടായിരുന്നാലും അവ അവനിൽ ഉവ്വ് എന്നാകുന്നു. അതുകൊണ്ടാകുന്നു ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവനിലൂടെ ആമേൻ എന്നും പറയുന്നത്. Hallelujah. Hallelujah. That means God has given us a lot of promises. അതിന്റെ അർത്ഥം ദൈവം നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. All are yes in Christ. എല്ലാം ക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ. Sometimes we will go through some price list. ചില സമയങ്ങളിൽ നമ്മൾ ചില വില വിവര പട്ടികയിലൂടെ പോകും. And there will be a star there. അവിടെ ചില സ്റ്റാറുകൾ ആ വിലയുടെ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. And it will say no stock. എന്നിട്ട് അവിടെ എഴുതി വെക്കും സ്റ്റോക്ക് ഇല്ല. There the item is listed but no stock. അവിടെ കാര്യം എഴുതിയിട്ടുണ്ടാകും, വസ്തു എഴുതിയിട്ടുണ്ടാവും, വില എഴുതിയിട്ടുണ്ടാവും, പക്ഷേ സൈഡിൽ എഴുതും സ്റ്റോക്ക് ഇല്ല. It is not like that in Christ. ക്രിസ്തുവിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല. All the promises are yes with Christ. എല്ലാ വാഗ്ദാനങ്ങൾക്കും ക്രിസ്തുവിൽ ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. Hallelujah. ഹല്ലേലൂയ. There is no stock board at the gate of the kingdom of heaven. ദൈവരാജ്യത്തിന്റെ പടിവാതിലിൽ ഇവിടെ നോ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. Everything is available with Jesus. ഓർക്കുക, എല്ലാ വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ ലഭ്യമാണ്. You want health? If you want healing, it is available. നിങ്ങൾക്ക് ആരോഗ്യം വേണമോ, നിങ്ങൾക്ക് രോഗസൗഖ്യം വേണമോ, യേശു ക്രിസ്തുവിൽ അത് ലഭിക്കും. Hallelujah. ഹല്ലേലൂയ. So when we are going through uncertainties in our lives, we have to cling to the promises of God. അതുകൊണ്ട് നാം എപ്പോഴൊക്കെ അനിശ്ചിതാവസ്ഥയിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴൊക്കെയും യേശുക്രിസ്തുവിന്റെ വാഗ്ദാന വചനങ്ങളിൽ നാം തൂങ്ങിക്കിടക്കണം. Secondly, faith gives us assurance in life. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ഉറപ്പ് നൽകാൻ സാധിക്കും. Hebrews 11 verse number 1. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. Now faith is confidence in what we hope for and assurance about what we do not see.
വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. So even in uncertainty in our lives, if we have faith in our heart, we will have an assurance. ജീവിതത്തിൽ അനിശ്ചിതാവസ്ഥയുടെ കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കും. Thirdly, what you have to do is, what you should know is the spirit of sonship gives you assurance in life. മൂന്നാമത്തെ ടിപ്പാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് നൽകും. Hallelujah. ഹല്ലേലൂയ. The spirit of sonship is the Holy Spirit. ഓർക്കുക, പുത്രത്വത്തിന്റെ ആത്മാവ് എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. When the Holy Spirit comes in our hearts, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ He makes us sons and daughters of the Heavenly Father. സ്വർഗീയ പിതാവിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി അവൻ നമ്മെ തീർക്കും. Verse number 23 of Romans chapter 8. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനത്തിലേക്ക് വന്നാലും, Not only so, but we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for our adoption to sonship, the redemption of our bodies. 23 ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിലേക്ക് ദത്തെടുക്കുവാൻ കാത്തിരുന്ന് ഉള്ളിൽ ഞരങ്ങുന്നു. That means when the Holy Spirit is in us, we know that there is a redemption coming. ഓർക്കുക, അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്കൊരു വാസ്തവം മനസ്സിലാകും, ഒരു വീണ്ടെടുപ്പ് വരുന്നുണ്ട്. What redemption? The redemption of our bodies. ഏതിന്റെ വീണ്ടെടുപ്പാണ്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയുണ്ട്. Hallelujah. ഹല്ലേലൂയ. Look here. ദയവായി ശ്രദ്ധിച്ചാലും, How can we know that after we die we will rise again? നാം മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? How do you know? എങ്ങനെ അറിയും? Because we have the Holy Spirit today in our bodies. എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ ശരീരത്തിലുള്ള പരിശുദ്ധാത്മാവിനാലാണ് അത് മനസ്സിലാകുന്നത്. Because Romans 8:11 says the same Holy Spirit gave resurrection to Jesus' body. കാരണം ബൈബിൾ റോമർ 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും നമ്മിലുള്ള ഇതേ പരിശുദ്ധാത്മാവാണ്. Hallelujah. ഹല്ലേലൂയ. 2 Corinthians chapter 1. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം Verse number 21 അതിന്റെ 21-ാമത്തെ വചനം. and 22. Now it is God who makes both of us and you stand firm in Christ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തുന്നതും ഞങ്ങളെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. And He anointed us, set His seal of ownership on us, and put His Spirit in our hearts as a deposit, guaranteeing what is to come. 22 അവൻ ഞങ്ങളെ മുദ്രവെക്കുകയും ആത്മാവിനെ അച്ചാരമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകുകയും ചെയ്തിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. In other words, the Holy Spirit is like a guarantee card. അതിന്റെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു ഗ്യാരണ്ടി കാർഡ് പോലെയാണ്. How many of you have seen guarantee card? നിങ്ങളിൽ എത്ര പേർ ഗ്യാരണ്ടി കാർഡ് കണ്ടിട്ടുണ്ട്? When you bought a fridge or a mixie or any other home appliance, an LCD TV, you got one guarantee card. നിങ്ങൾ ഒരു ടി വി മേടിച്ചാൽ, ഫ്രിഡ്ജ് മേടിച്ചാൽ, ഒരു LCD TV മേടിച്ചാൽ എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി കാർഡ് The ലഭിക്കും. manufacturer is saying if there will be any damage to this product, any problem, internal problem, technical problem, we will rectify it or we will replace the product. അതിന്റെ കമ്പനി പറയുന്നത്, നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഉൽപ്പന്നത്തിന് ഏതെങ്കിലും തകരാറുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഉൽപ്പാദിപ്പിച്ചപ്പോഴുണ്ടാക്കിയ തകരാറായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റേതെങ്കിലും പ്രശ്നമാണെങ്കിലും ആ പ്രശ്നമുള്ള പ്രോഡക്റ്റ് നിങ്ങൾ തിരികെ തരൂ, അത് ഒന്നുകിൽ ശരിയാക്കുകയോ അല്ലെങ്കിൽ അതുപോലൊന്ന് മാറ്റിത്തരികയോ ചെയ്യുന്നതാണ് ഗ്യാരണ്ടി കാർഡ്. Hallelujah. Hallelujah. And there are promises written. അപ്പോൾ തന്നെ അതിന്റെ ഒരു സൈഡിൽ വാഗ്ദാനങ്ങൾ എഴുതിയിട്ടുണ്ട്. In the same way, അതുപോലെ തന്നെ the Holy Spirit living in us
is the guarantee card. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കൊരു ഗ്യാരണ്ടി കാർഡ് പോലെയാണ്. Hallelujah. Hallelujah. So if anything happens to this body, he will take care of it. അതുകൊണ്ട് ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഗ്യാരണ്ടി കാർഡ് കാര്യം നോക്കിക്കൊള്ളും. The manufacturer, God, the creator says, your mortal body that you are carrying around today has an expiry date. ഈ സ്വർഗത്തിലെ മാനുഫാക്ചറിംഗ് നടത്തുന്ന സ്വർഗീയ പിതാവ് പറയുന്നു, നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ മർത്യമായ ശരീരത്തിന് ഒരു എക്സ്പയറി, ഒരു കാലാവധിയുണ്ട്, ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. And when it closes up, I'm going to replace it with a new body, a heavenly body. എന്ന് ഈ ശരീരത്തിന്റെ കാലാവധി തീരുമോ അന്ന് ഞാൻ പുതിയൊരു ശരീരമാക്കി അതിനെ പുതുക്കി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. That is the guarantee card we have today. അങ്ങനെ ഒരു ഗ്യാരണ്ടി കാർഡാണ് ദൈവം തമ്പുരാൻ നമുക്ക് The നൽകിയിരിക്കുന്നത്. spirit of sonship. ഈ ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ ആത്മാവ്. Tip number 4. നാലാമത്തെ ടിപ്പ്, What should you do when there is uncertainty in your life? നിങ്ങളുടെ ജീവിതത്തിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? Tip number 4. Understanding God's ways gives us assurance in life. ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിയുമ്പോൾ അത് നമുക്ക് ഉറപ്പ് നൽകും. Hallelujah. ഹല്ലേലൂയ. Sometimes our life is in uncertainty because we fail to recognize, understand and discern the ways of God. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനിശ്ചിതാവസ്ഥയിലൂടെ പോകുവാൻ കാരണം ദൈവത്തിന്റെ വഴികൾ ഏതാണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. We know one thing, God's ways, God's methods are different from our methods. നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, നമ്മുടെ വഴികളെക്കാളും നമ്മുടെ മാതൃകകളെക്കാളും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ വഴികളും പദ്ധതികളും എന്നുള്ളത്. Romans 8:28 says, റോമർക്കെഴുതിയ ലേഖനം 8:28 പറയുന്നു, and we know that in all things God works for the good of those who love him, who have been called according to his purpose. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. We should know that in all things God is working for our good. ഓർക്കുക, സകല കാര്യങ്ങളും ദൈവം എനിക്ക് നന്മയ്ക്കാക്കി തീർക്കുമെന്ന വസ്തുത നാം മനസ്സിലാക്കണം. Hallelujah. ഹല്ലേലൂയ. Sometimes we will ask God, why, Lord, is this happening? ചില സമയത്ത് നാം കർത്താവിനോട് ചോദിക്കാറുണ്ട്, ദൈവമേ എന്തുകൊണ്ടാ ഈ കാര്യം എനിക്ക് സംഭവിച്ചത്? You know the answer from God? നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ഉത്തരം എന്താണെന്ന് അറിയണമോ? The why part is not yours, it is mine. ആ വൈ എന്ന് ചോദിച്ചിട്ടുള്ള, എന്ത് എന്ന് ചോദിച്ചിട്ടുള്ള ഭാഗം അത് നിന്റേതല്ല, അത് എന്റേതാണ്. Hello. ഹലോ. Leaving the why part to God is called faith. ഓർക്കുക, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കർത്താവിലേക്ക് കൊടുക്കുന്നതാണ്, വിട്ടുകൊടുക്കുന്നതാണ് സത്യത്തിൽ വിശ്വാസം എന്നുള്ളത്. Hello. ഹലോ. God will not call everyone one by one, first row, second row, and he will give you all the explanations. He will never give explanations. ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വൈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരത്തിന് ദൈവം ഓരോരുത്തരെയും ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ നിരയിലുള്ള ആളുകളെല്ലാം വിളിച്ചിട്ട് അതിന് വിശദീകരണം കൊടുക്കുന്ന കാര്യം കർത്താവ് ചെയ്യില്ല. God will simply move ahead. ദൈവം അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. He may not give you all the explanations to your why questions. നിങ്ങളുടെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവൻ ഒരു പക്ഷേ വിശദീകരണം തന്നില്ല എന്നിരിക്കാം. Why? Because God is God. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവമായിരിക്കുന്നത് കൊണ്ട്. Hallelujah. ഹല്ലേലൂയ. ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ 2015 ഭാഗമായി മാറുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനം അനേക കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. കൊല്ലം ജില്ലയിലെ തീരദേശങ്ങളിലുള്ള ചില സ്കൂളുകളും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിലുള്ള തീർത്തും പാവപ്പെട്ട
കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അവിടെ ഒരു സ്കൂളിൽ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അവിടെയുള്ള ആളുകളോട് ഞങ്ങൾ ചോദിച്ചു, അവിടെയുള്ള ഹെഡ് മാസ്റ്ററോടും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളോടും ചോദിച്ചു, നിങ്ങൾ ഓപ്പറേഷൻ എഡ്യൂക്കേഷന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ശരിക്കും ഇതിന് അർഹരാണോ, പാവപ്പെട്ട കുട്ടികൾ തന്നെയാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ആ സമയത്ത് അവർ തന്ന മറുപടി ഹൃദയത്തിന് വളരെ വിഷമം നൽകുന്ന ഒരു കാര്യമായിരുന്നു. തീർത്തും പാവപ്പെട്ട ഒരു സാമ്പത്തികമായി ഒന്നിനും വകയില്ലാത്ത കുഞ്ഞുങ്ങളാണ് അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുവാൻ വന്നിരുന്നത്. ബാഗുകളോ കുടകളോ ഒന്നുമില്ലാതെ സ്കൂളുകളിൽ വന്ന കുഞ്ഞുങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയുടെ ഈ സഹായം വളരെ അവർക്ക് സന്തോഷമുണ്ടാക്കുവാനിടയായി തീർന്നു. ആ കുഞ്ഞുങ്ങൾ പലരും കണ്ണ് നിറയുന്നതും അവർ സന്തോഷിക്കുന്നതും എല്ലാം ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. എൻ്റെ പേര് ഹൃദയ എന്നാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ദ മാസ്റ്റർ ചാരിറ്റി എന്ന് പറയുന്ന ഈ സംഘടന ബാഗ് നൽകിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കുറേ അധികം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ കുട്ടികൾക്ക് ഇത് നൽകുമ്പോൾ അവർക്കും വളരെ സഹായകരമായിരിക്കും. എനിക്ക് വളരെ സന്തോഷമായിരുന്നു ഈ ബാഗ് എനിക്ക് ലഭിച്ചപ്പോൾ. കൊല്ലം ജില്ലയിൽ ഞങ്ങൾ ചെന്നത് തീരദേശങ്ങളിലുള്ള ചില സ്കൂളുകളിലാണ്. ഞങ്ങളവിടെ ചെന്നിരുന്ന സ്കൂളിൽ ബ്ലെസ്സിങ് ടുഡേയുടെ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് അവിടെ നടന്ന ഒരു സുനാമിയോടനുബന്ധിച്ച് ഒത്തിരി ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ, ഒത്തിരി സംഘടനകൾ അവിടെ ജീവകാരുണ്യ പ്രവർത്തനവുമായി കടന്നു വന്നു. എന്നാൽ അതിനുശേഷം കുറച്ച് നാളത്തേക്ക് അവിടെ ആരും, അങ്ങനെയുള്ള സംഘടനകൾ ആരും ആ പ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ അവിടെയുള്ള ജനങ്ങൾക്ക്, അവിടെയുള്ള കുട്ടികൾക്ക് സഹായവുമായി ഒരു സംഘടന എത്തുന്നത് എന്ന് പറഞ്ഞു. ബ്ലെസ്സിങ് ടുഡേക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു അത്. ഏകദേശം 15-ലധികം സ്കൂളുകളിൽപ്പെട്ട 150-ലധികം കുഞ്ഞുങ്ങൾക്കാണ് നമുക്ക് പെരുമ്പാവൂർ മേഖലയിൽ നമുക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. ആ വിതരണത്തിൻ്റെ സമയത്ത് അവിടുത്തെ MLAയും അവിടെ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അങ്ങനെ സമൂഹത്തിൽ ഉന്നതരായ നിരവധി വ്യക്തികൾ നമ്മളുടെ പ്രവർത്തന പരിപാടികളിൽ ആശംസകളുമായി എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നു. ബ്രദർ ഡാമിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു സന്ദേശമാണ്: പഠനം എന്നുള്ളത് ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ്. അങ്ങനെ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കുവാൻ വകയുണ്ട്. തുടർന്നും നിങ്ങൾക്കെല്ലാവർക്കും ബ്ലെസ്സിങ് ടുഡേയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ കഴിയുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി. സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി പേരെ കർത്താവ് നീ സൗഖ്യമാക്കി, വിടുതൽ പകർന്നല്ലോ കർത്താവ്. അതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജനിച്ചിട്ട് അധികം സമയമായിട്ടില്ലാത്ത ഒരു നവജാത ശിശു, ഒരു ന്യൂ ബോൺ ബേബി, ആ കുഞ്ഞിന് എന്തോ ഭയങ്കരമായ തകരാറുകൾ ഉണ്ടായിട്ട് മാതാപിതാക്കളും ബന്ധുക്കളും വളരെ പാനിക് ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിന് പരിപൂർണമായ വിടുതൽ അത്ഭുതകരമായി കർത്താവെ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ ഹെർണിയ എന്ന രോഗം യേശു കർത്താവ് ചേർക്ക് സൗഖ്യം നൽകിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അപസ്മാര രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ബോൺസിൻ്റെ അകത്തുള്ള ബോൺ മാരോ, മജ്ജയിൽ
ചില തകരാറുകൾ കണ്ടെത്തിയിട്ടുള്ള ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവിടെ ബോൺ മാരോയിൽ ഒരു വലിയ സൗഖ്യം കർത്താവ് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ ബ്ലീഡിങ് ഉള്ള ചില സഹോദരിമാർ, അൺനെസസറി ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. പൈൽസ് രോഗം നിൽക്കട്ടെ. ഫിസ്റ്റുല സൗഖ്യമാകട്ടെ. ഫിഷർ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. മൈഗ്രെയിൻ, സൈനസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് പൈതങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. മദ്യപാനത്തിൽ നിന്നും അങ്ങനെയുള്ളവർ സ്വതന്ത്രമാകട്ടെ. പുകവലിയിൽ നിന്നും പുകവലിക്കുന്നവർ സ്വതന്ത്രമാകട്ടെ. ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർ സ്വതന്ത്രമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് കുടുംബജീവിതത്തിനകത്ത് സമാധാനത്തെ നൽകണമേ. പല നിലകളിൽ കർത്താവ് നീ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. എല്ലാ മഹത്വവും കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കും. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഞാനൊരു പക്ഷെ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് ഒരു വിടുതൽ സ്വീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. ഓരോരുത്തരെയും തുടങ്ങണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ മീറ്റിങ്ങുകളിലും അതുപോലെ സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെട്ട തപാൽ മാർഗവും അല്ലെങ്കിൽ ഓൺലൈനായി വെബ്സൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ഒത്തിരി 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 ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.